ഇത്രയും സൗന്ദര്യമുള്ള ഇത്രയും കഴിവുള്ള കുട്ടീനെ ആരാണ് തേച്ചത്? സൗന്ദര്യമല്ല, ഇപ്പഴാ വരാൻ തുടങ്ങിയത്. പണ്ടെല്ലാം കുറച്ച് ഓക്കെയാ തന്നെയായിരുന്നു ഞാന്. സൗന്ദര്യം ഇപ്പൊ കുറച്ച് 26-27 വയസ്സിലാവുമ്പോ നമുക്ക് മെച്യൂരിറ്റി വരില്ലേ, അപ്പോഴാണ് വരാൻ തുടങ്ങി. അതിനു മുമ്പ് ആരത്? ബിബിൻ ജോർജിന് സഹിക്കുന്നില്ല. അതാ നിങ്ങള് കുറച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നു. എന്നാലും സൗന്ദര്യം, അപ്പൊ ഇത്രയും സൗന്ദര്യം കഴിവ് ഇത്രയും സമ്പാദിക്കുന്ന വലിയ കാറൊക്കെ എടുത്തത് ഞാൻ കണ്ടു. ബെൻസോ കണ്ടുകൊണ്ടോ? അതെല്ലാരും വിചാരിക്കും ഞാൻ ഏതോ ഒറ്റ കാശുണ്ട്, ലോണിലുണ്ട്, അതുകൊണ്ട് ലോണുണ്ട്, കുഴപ്പമില്ല. ലോൺ ഉണ്ട്, പ്ലസ് ഞാൻ ആ കാശ് എന്റെ കല്യാണത്തിന് ചേർത്ത് വെച്ച കാശാണ് FD-യിൽ. ഞാൻ വിചാരിച്ചു 25 വയസ്സിനുള്ളിൽ കല്യാണമായി, 27 വയസ്സിനുള്ളിൽ ഒരു അമ്മയാവണം, 30 വയസ്സിൽ ഇനിയൊരു കുട്ടി ഉണ്ടാക്കണം. അതോടെ എന്റെ പ്ലാൻ എങ്ങനെയായിരുന്നു? 25 വയസ്സിൽ കല്യാണം നടന്നില്ല, കാശുണ്ടായിരുന്നു, കാർ വാങ്ങി. ഇതാണ് സ്റ്റോറി. സെമ്മ പ്ലാനിങ് മച്ചാ. ഞാൻ പോലും 35 വയസ്സായി, ഇപ്പോഴും പിള്ളേരെ പറ്റി പ്ലാനിങ് തുടങ്ങുന്ന പോലും ഇല്ല. ഓ മൈ ഗോഡ്. എന്നിട്ട് എത്ര കുട്ടികളാണ് വേണം എന്ന് ആലോചിച്ചിരുന്നത്? അപ്പൊ 26-ല് 1, 30-നുള്ളിൽ 2 ഫിനിഷ് ലൈഫ്. ഓക്കെ, അങ്ങനെ 30-ല് 2 ഫിനിഷ് ഇല്ലേ? അതെ, ഈ ഉലകത്തില് 2 പേരെ, അതായത് ഒരാളെ ആക്കുന്നതേ ഇന്ന് ഇതാണ്ട്. ഇന്നാണ് ഞാൻ വന്ന് ഒരു LKG പ്ലാൻ ചോദിച്ചത്. LKG-ന് 1.5 ലക്ഷം രൂപയാണ് ഇന്ന് ഫീസ്. അപ്പൊ എങ്ങനെ ഞാൻ വന്ന് എല്ലാവർക്കും ഇത്ര കുട്ടികളെ ഉണ്ടാക്കി അവർക്ക് കാശ് കൊടുക്കും? 12 കോളേജെല്ലാം വന്ന് ഇത് 4th ഇയർ വരെ പഠിക്കണം. ഇതിൽ വേറെ മാസ്റ്റേഴ്സ് പഠിച്ചിട്ട് പോലും ചില പേർക്ക് ഇന്ന് ജോലി വേറെ കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? 2 കുട്ടികൾ മറ്റും പോതും. അങ്ങനെയല്ല, ഞാൻ വന്ന് 1-2 നോക്കാം. എന്റെ ഹസ്ബൻഡ് ഇവിടെ ഇരിക്കുന്നുണ്ട്, വിഷ്ണു. ഇതെല്ലാമേ കേട്ട് പഠിക്കുങ്കോ കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും ശിവാംഗി ഇനി ഒരുപാട് സംസാരിക്കണം എന്നുണ്ട്. എന്നാലും വിശേഷങ്ങൾ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, വെയിറ്റ് ചെയ്യട്ടെ. ഒരു സർപ്രൈസ് ഉണ്ട്. ഓക്കെ, സർപ്രൈസ് ഉണ്ടാവാം. ആരെങ്കിലും കൂട്ടിട്ട് വരുന്നുണ്ടാ? അത് വെയിറ്റ് ചെയ്യണം, അത് ഞങ്ങൾ ഇപ്പൊ പറയത്തില്ല. ഓക്കെ 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 ഓക്കെ. അപ്പോ വലിയൊരു കൈയടി കൊടുത്തോണ്ട്. ഒരു മിനിറ്റ്, ഞാൻ അവാർഡ് വാങ്ങിയതിന് നന്ദിയേ പറഞ്ഞില്ല. ഓക്കെ, സോ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് മികപ്പെരിയ ഒരു നന്ദി. എന്തിനാ? അവരുടെ ഇന്റർവ്യൂ കാരണം എനിക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഒന്ന് കേരളത്തിൽ നിന്ന് എനിക്ക് കിട്ടി. 1 ഈസ് ലവ്ലി മൂവി വന്ന് ആ പടം ലവ്ലി മൂവി ഓപ്പർച്യൂണിറ്റി കിട്ടി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറേ ഇവിടെ ഷോസ് എല്ലാം പാടാൻ, കേരളത്തിൽ ഷോസ് എല്ലാം പാടാൻ എനിക്ക് വന്ന് ഓപ്പർച്യൂണിറ്റി കിട്ടി. കുറേ ഇൻ്റർവ്യൂസ് അതിനു മുമ്പ് കൊടുത്തിരുന്നു. ബട്ട് മൈൽ സ്റ്റോണിൻ്റെ ഇൻ്റർവ്യൂ അങ്ങനെ ഒരുമാതിരി ബാങ് അങ്ങനെ ഒന്നായിപ്പോയി. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് കെന്നെ നന്ദി പറയണം. എന്തിനാ അന്ന് തീരെ മൂഡ് ഓഫ് ഇല്ല എനിക്ക് ഇൻ്റർവ്യൂ തരാൻ, മൂഡ് ഓഫ് എനിക്ക്. എന്നാൽ കെന്നെ വന്ന് ജാലിയെന്നോ എൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ട് ഞാനും ജാലിയായിപ്പോയി. അതാണ് നിങ്ങൾ കാണുന്ന ഇത്ര വ്യൂസ്. സോ താങ്ക് യു സോ മച്ച് കെന്ന ആൻഡ് കെന്നയുടെ ഹസ്ബൻഡ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മലയാളി മക്കളിന് എനിക്ക് വന്ന് മികപ്പെരിയ ഒരു താങ്ക്സ്. എന്തിനാ ഞാനെല്ലാം മുമ്പ് കൊച്ചിയിൽ ലുലു മാളിലെല്ലാം പോകുമ്പോൾ ആരെങ്കിലും വന്ന്, കൊച്ചിയിലെല്ലാം എന്നെ അറിയില്ല, കേരളയിലെല്ലാം അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മേ ബി 1 ഡേ കേരളത്തിൽ എന്നെ ആരെങ്കിലും തിരിച്ചറിയണം, അങ്ങനെ ഞാൻ വന്ന് മാനിഫെസ്റ്റ് ചെയ്തിരുന്നു 4 years ബാക്ക്. അപ്പോൾ വന്ന് ബട്ട് ഇപ്പോൾ ഞാൻ വന്ന് ചെന്നൈയിൽ നിന്ന് കൊച്ചിക്ക് ഒരു ഫ്ലൈറ്റ് കയറുമ്പോഴേ എല്ലാവരും വന്ന് എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നു. സോ എനിക്ക് അതിനെല്ലാം വന്ന് കേരള മക്കളിന് ഭയങ്കര നന്ദി, കേരള പ്രേക്ഷകർക്ക് ഭയങ്കര നന്ദി, ദൈവത്തിന് നന്ദി, എൻ്റെ അമ്മാന് നന്ദി. എൻ്റെ അമ്മയാണ് എല്ലാം കേരള എന്ന് മലയാളികളെ വിടല്ലേ എന്ന് എൻ്റെ അമ്മയാണ് പറഞ്ഞത്. സോ എൻ്റെ അമ്മയ്ക്ക് മികപ്പെരിയ നന്ദി. എൻ്റെ അമ്മേനെ ഇത് കാണാൻ പറ്റിയില്ല. ആൻഡ് ഇത് ഞാൻ കേരളത്തിൽ വാങ്ങുന്ന ഫസ്റ്റ് അവാർഡ്. സോ അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. ഇനി കുറേ അവാർഡ് ഞാൻ കേരളത്തിൽ വാങ്ങിക്കാം. താങ്ക് യു. സൂപ്പർ. അപ്പൊ ഇനിയും ജോയിൻ ചെയ്യണം, പോകാൻ പാടില്ല. ഒരു വലിയ സർപ്രൈസ് ശിവാംഗിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ എത്ര പേരെ തേച്ചിട്ടുണ്ട്, എത്ര പേര് തേച്ചു എന്നൊക്കെ നമുക്ക് അപ്പം അറിയാം. എന്താ തേച്ചു പറഞ്ഞ അയണിങ് മീൻ ബ്രേക്കപ്പ്, ബിട്രയൽ. ഓക്കെ ശരി. ഓക്കെ താങ്ക് യു. അപ്പൊ അടുത്ത സെഷനിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്യും.